ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി ശക്തി തെളിയിച്ചിരിക്കുകയാണ്. രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന വായുശക്തി 26 ശത്രുക്കൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. 130-ലധികം വിമാനങ്ങൾ ഒരേ സമയം അണിനിരുന്ന ഈ വ്യോമ പ്രകടനത്തിന്റെ വിശേഷങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ ഫയർ പവർ ഡെമോൺസ്ട്രേഷനാണ് വായുശക്തി. ഇത്തവണ ഇതിന് സാക്ഷ്യം വഹിക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരും എത്തിയിരുന്നു. ഈ വർഷത്തെ വായുസേനയുടെ പ്രധാന സന്ദേശം അജൂക്, അഭേദ്യ ഔർ സദീഖ് എന്നതായിരുന്നു. അതായത് ലക്ഷ്യം തെറ്റാത്ത, തകർക്കാൻ കഴിയാത്ത കൃത്യതയുള്ള സേന എന്നാണ് ഇതിന്റെ അർത്ഥം. ശരിക്കും ഒരു യുദ്ധം നടന്നാൽ നമ്മുടെ വ്യോമസേന എങ്ങനെയായിരിക്കും ശത്രുവിനെ നേരിടുക എന്ന ഒരു കഥ പോലെ ഈ അഭ്യാസ പ്രകടനത്തിലൂടെ ഇന്ത്യൻ വ്യോമസേന കാണിച്ചു തന്നു. നമ്മുടെ കരുത്തരായ റഫാൽ, സുഖോയ്, മിറാഷ്, MiG-29 തുടങ്ങിയ പോർ വിമാനങ്ങൾ ആകാശത്ത് അണിനിരുന്നു. ഒപ്പം ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച പ്രചണ്ഡ്, അപ്പാച്ചെ, ചിനൂക്ക്, പിന്നെ ധ്രുവ് തുടങ്ങിയ ഹെലികോപ്റ്ററുകളും വലിയ ചരക്ക് വിമാനങ്ങളും ഇതിൽ പങ്കെടുത്തു. രാവിലെ തുടങ്ങിയ ഈ പ്രകടനങ്ങൾ രാത്രി വൈകുവോളം തുടർന്നു. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്: പകലായാലും രാത്രിയായാലും ഏത് സമയത്തും ശത്രുവിനെ തകർക്കാൻ നമ്മുടെ വ്യോമസേന സജ്ജമാണെന്ന്. ഈ പോരാട്ടത്തിൽ വ്യോമസേന തനിച്ചായിരുന്നില്ല. നമ്മുടെ കരസേനയും അവർക്കൊപ്പം കൈകോർത്തു. ആകാശത്തു നിന്ന് വിമാനങ്ങൾ ആക്രമിക്കുമ്പോൾ താഴെ നിന്ന് ആകാശ് സ്പൈഡർ മിസൈലുകളും കരസേനയുടെ വലിയ പീരങ്കികളും ചേർന്ന് ശത്രുവിന്റെ താവളങ്ങൾ തകർത്തു. ഇതിനിടയിൽ ആവേശം പകരുന്ന മറ്റൊരു കാഴ്ച കൂടിയുണ്ടായിരുന്നു. നമ്മുടെ കരുത്തരായ ഗരുഡ്, പാരാ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകൾ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ചാടി ശത്രുക്കളുടെ പിടിയിലായവരെ രക്ഷിക്കുന്ന പ്രകടനം നടത്തി. യുദ്ധം ചെയ്യാൻ മാത്രമല്ല, ആപൽഘട്ടങ്ങളിൽ ജനങ്ങളെ രക്ഷിക്കാനും നമ്മുടെ സേന എപ്പോഴും തയ്യാറാണെന്ന് അവർ ഇതിലൂടെ തെളിയിച്ചു. രാത്രിയിലെ ദൃശ്യങ്ങൾ ശരിക്കും അതിശയകരമായിരുന്നു. പൂർണ്ണമായും ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെയും സെൻസറുകളുടെയും സഹായത്തോടെ കൃത്യമായ ലക്ഷ്യങ്ങൾ കണ്ടെത്തി തകർക്കാൻ നമ്മുടെ പൈലറ്റുമാർക്ക് സാധിച്ചു. ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന ശത്രുവിനും ഇനി രക്ഷയില്ല എന്ന സന്ദേശമാണ് വായുശക്തി 26 നൽകുന്നത്. രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടന്ന നീക്കങ്ങളുടെ പുനരാവിഷ്കാരവും എല്ലാവരെയും ആവേശം കൊള്ളിച്ചു. ചടങ്ങുകൾക്ക് ഒടുവിൽ നടന്ന ഡ്രോൺ ഷോ വ്യോമസേനയുടെ പാരമ്പര്യം വിളിച്ചോതുന്നതായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ വായുശക്തി 26 വെറും ഒരു അഭ്യാസ പ്രകടനമായിരുന്നില്ല. ഇന്ത്യയുടെ സുരക്ഷ എത്രത്തോളം ശക്തമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത പോരാട്ടമായിരുന്നു. ഇന്ത്യൻ മണ്ണിലേക്ക് കണ്ണു നട്ടിരുന്ന ഏതൊരു ശത്രുവിനും നൽകുന്ന അന്ത്യശാസനമാണിത്. പൊക്രാനിലെ മണലാരണ്യത്തിൽ നമ്മുടെ പോർ വിമാനങ്ങൾ തീർത്ത ആ അഗ്നിജ്വാലകൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒന്നു മാത്രം: ഇന്ത്യയുടെ ആകാശം ഇനി അജയ്യമാണ്.